Hello everyone, welcome to another video of weekly updates from Insight Research Analytics. ഇന്ന് നമുക്ക് മാർക്കറ്റിലെ പ്രധാന സംഭവ വികാസങ്ങളും നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ സെന്റിമെന്റ് വളരെ പോസിറ്റീവ് ആയിരുന്നു. അമേരിക്കൻ മാർക്കറ്റുകൾ പ്രത്യേകിച്ച് മേജർ ഇൻഡെക്സുകൾ എല്ലാം തന്നെ 4% വീക്ക് ടു വീക്ക് നേട്ടം കാണിച്ചിരുന്നു. ടെക്നോളജി ഓഹരികൾ മിക്കതും വളരെ നല്ല മുന്നേറ്റം നടത്തുകയും ചെയ്തു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള താരിഫ് പ്രശ്നങ്ങളുണ്ടായ ഡിസൊല്യൂഷൻ US ഫെഡറൽ റിസർവ് പ്രതീക്ഷിച്ചതിലുപരി വേഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഈ വളർച്ചയ്ക്ക് കാരണമായി. ഈ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് യൂറോപ്പ്, ഏഷ്യ, ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു വിപണികളിലും പ്രതിഫലിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിപണിയും അടുത്തിടെ നേട്ടമുണ്ടാക്കിയിരുന്നുവെങ്കിലും വെള്ളിയാഴ്ച വലിയൊരു സെൽ ഓഫ് ആണ് നമ്മൾ കണ്ടത്. ആഴ്ചയുടെ അവസാനത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് വെറും 0.8% നേട്ടം മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതോടെ ഇന്ത്യൻ മാർക്കറ്റ്സിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഈ നെഗറ്റീവ് മാറ്റത്തിന് കാരണമാക്കിയത് ജമ്മു കാശ്മീർ ഉണ്ടായ ടെററിസ്റ്റ് അറ്റാക്ക് ആണ്. യുദ്ധസാധ്യത ഉയരുകയാണെങ്കിൽ ഇന്ത്യൻ വിപണി ശക്തമായി ബാധിക്കാൻ ഇത് സാധ്യതയുണ്ട്. നിഫ്റ്റിയും സെൻസസും വലിയ രീതിയിൽ താഴേക്ക് പോകാനും ഇതിന് ചാൻസ് കൂടുതലാണ്. ഒരു അഗ്രസീവ് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഷ് സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല രൂപയുടെ മൂല്യവും വലിയ തോതിൽ ഇടിവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത്തരം സിറ്റുവേഷൻസിൽ ഗോൾഡ് പോലുള്ള സേഫ് ഹേവൻ അസറ്റിൽ അതല്ലെങ്കിൽ ഗവൺമെന്റ് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇപ്പോഴത്തെ മാർക്കറ്റ് സാഹചര്യം കാണുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്തെങ്കിലും വെള്ളിയാഴ്ച റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ ഒരു ഭീതി സൃഷ്ടിച്ചിട്ടുമുണ്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ മാസ് സൈക്കോളജി ഇപ്പോൾ മാർക്കറ്റിൽ വലിയൊരു ഇൻഫ്ലുവൻസ് കാണിക്കുന്നു. അതിനാൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. ഷോർട്ട് ടൈം നേട്ടത്തിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് പോസ്റ്റ്പോൺ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. വലിയ ലാഭത്തിലിരിക്കുന്ന സ്റ്റോക്കുകളിൽ നിന്ന് ലാഭമെടുത്ത് പോർട്ട്ഫോളിയോ പ്രൊട്ടക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ഡയറക്റ്റേറ്റീവ് സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. വാർ സാധ്യത ഉയരുന്നതിനാൽ ഗവൺമെന്റ് ബോണ്ടുകൾ, സ്ട്രോങ് ബാങ്ക് ബോണ്ടുകൾ, ഗോൾഡ് എന്നിവയിലേക്ക് താൽക്കാലികമായും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു സുരക്ഷിത ഓപ്ഷനായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും. മാർക്കറ്റിലെ ഇപ്പോഴത്തെ അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസ്കുകൾ, ഈ വാർ, പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയവ മെഷർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അധികം കോഷൻ എടുക്കേണ്ട ഒരു സമയം കൂടിയാണിത്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ഒക്ടോബർ-ഡിസംബർ കാലയളവിൽ ഇന്ത്യയുടെ GDP 1.1% $11.5 ബില്യൺ ഉയർന്നു. ഇതിന് പ്രധാന കാരണം വ്യാപാരക്കുറവിന്റെ വർധനവാണ്. അതേസമയം ഇന്ത്യയുടെ നിർമ്മാണ മേഖലയിലെ പ്രവർത്തന മികവിന്റെ സൂചികയായ PMI മാർച്ചിൽ 58.1 ഉയർന്ന് ഫെബ്രുവരിയിലെ 56.3 മെച്ചപ്പെട്ടതായി മാറിയിരിക്കുന്നു. പുതിയ ഓർഡറുകളുടെ ശക്തമായ വളർച്ചയാണ് ഈ ഒരു മുന്നേറ്റത്തിന് കാരണമായത്. ഡിജിറ്റൽ പണമിടപാടുകളിലും ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. മാർച്ചിൽ UPI ഇടപാടുകൾ 24.77 ലക്ഷം കോടിയിൽ എത്തിയിരിക്കുന്നു. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന തുകയായി ഇത് മാറിയിരിക്കുന്നു. നേരത്തെയും ഇന്ത്യക്ക് FDI 12.4% വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചു. ഏപ്രിൽ മുതൽ ജനുവരി വരെയുള്ള കാലയളവിൽ $67.7 ബില്യൺ എത്തിയിരിക്കുന്നത്. നിർമ്മാണ മേഖലയാണ് കൂടുതലായും ഇതിൽ നിക്ഷേപം ആകർഷിച്ചിട്ടുള്ളത്. 2024 ആഗോള FDI പദ്ധതികളിൽ 6% പങ്ക് ഇന്ത്യക്ക് സ്വന്തമാണ്. മാർച്ചിൽ GST വരുമാനം 9.9 വർദ്ധിച്ചു 1.96 ലക്ഷം കോടിയായി മാറി. കേന്ദ്ര GST 38,000 കോടി, സംസ്ഥാന GST 49,000 കോടി എന്ന നിലയിലാണ് ഉള്ളത്. അതോടൊപ്പം HSBC ഇന്ത്യ കോമ്പോസിറ്റ് PMI മാർച്ചിൽ 59.5% ഉയർന്ന് ഓഗസ്റ്റ് 24 ശേഷം ഏറ്റവും ഉയർന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നിലവിലെ മാർക്കറ്റ് അവസ്ഥയെ വിലയിരുത്തുമ്പോൾ ഗോൾഡിന്റെ എക്സ്പോഷർ കൂട്ടുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കൂടാതെ ഗവൺമെന്റ് ബോണ്ടുകളിലും മികച്ച ബേസ് ഉള്ള സ്റ്റഡി ബാങ്കുകളുടെ ബോണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതും സുരക്ഷിതമായ ഒരു തീരുമാനമാണ്. ഇതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റൈസ്ഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് പോലുള്ള പുതിയ പ്രൊഡക്റ്റുകളും ഇപ്പോൾ ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സിന് ലഭ്യമാണ്. ഓൺലൈൻ ബോണ്ട് പ്ലാറ്റ്ഫോമുകളിൽ SDIകൾ ലഭ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗ്രിപ്പ് ഇൻവെസ്റ്റ്മെന്റ് പോലെയുള്ള ഓൺലൈൻ ബോണ്ട് പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരം SDIകൾ, ഗോൾഡ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്നിവ അൺപ്രഡിക്റ്റബിൾ ആയ അൺസിസ്റ്റമാറ്റിക് റിസ്ക് സിറ്റുവേഷൻസിൽ ഇൻവെസ്റ്റ്മെന്റ്മാർക്ക് കൂടുതൽ സുരക്ഷ നൽകുന്ന ഒന്നാണ്. അതിനാൽ ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ബോർഡർ സിറ്റുവേഷൻ സംബന്ധിച്ചിടത്തുള്ള ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റുകൾ, പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ്മെന്റുകൾ തുടങ്ങിയവ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ യഥാർത്ഥ സാഹചര്യങ്ങൾ ഇതുവരെ വ്യക്തമായിട്ടില്ല. ഗവൺമെന്റ് എല്ലാ ന്യൂസ് ഏജൻസികൾക്കും ബോർഡർ അല്ലെങ്കിൽ കാശ്മീർ സംബന്ധിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യരുതെന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനാൽ നമുക്ക് നേരിട്ട് വിശ്വസിക്കാവുന്ന വിവരങ്ങൾ ഉടൻ ലഭിക്കാൻ സാധ്യതയും കുറവാണ്.
ഇത്തരത്തിലൊരു അൺസർട്ടൺ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനാൽ തന്നെ മാർക്കറ്റ് ആക്റ്റീവായി നോക്കുമ്പോൾ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഇപ്പോൾ നമുക്ക് മാറ്റിവെക്കാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. സുരക്ഷിതമായി സ്മാർട്ടായി മാത്രം നീങ്ങുക. എല്ലാവർക്കും ഒരു ഹാപ്പി ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്സ് ഇൻ കമന്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.